ഇന്ന് ഞാനൊരു ബുക്ക് ഹോൾ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, സോ ഇത് ഞാനിപ്പോഴത്തെ നമ്മുടെ ഈ ആമസോൺ സെയിൽ ഉണ്ടായിരുന്നല്ലോ, ദിവാലിൻ്റെ ഗ്രേറ്റ് ഇന്ത്യൻ സെയിൽ, അതിൽ മേടിച്ച കുറച്ച് ബുക്സാണ്. സോ കുറേ ആയിട്ട് എൻ്റെ TBR ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ബുക്സാണ്. ഇതിപ്പോൾ ഇന്നലെ എനിക്ക് റിസീവ് ആയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഈ വീഡിയോക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചാണ്. ഫസ്റ്റ് ടൈമാണ് ലൈക്ക് ഇങ്ങനെ ഇത്രയും വെയിറ്റ് ചെയ്തൊക്കെ വെക്കുന്നത്. സോ നമുക്ക് ഇതിൽ എന്താണുള്ളതെന്ന് നോക്കാം. ഓക്കെ, ഞാൻ കുറച്ചൊരു 8 to 9 ബുക്സ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. സോ എന്താണ് നോക്കാം. സോ ലെറ്റ്സ് സീ. സോ കത്തിയെല്ലാം കിച്ചണിൽ നിന്ന് എടുത്ത് കൊടുന്നതാണ്. ഞാൻ ഇതിന് മുന്നേ ഇങ്ങനൊരു സംഭവം ചെയ്തിട്ടില്ല. സോ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള മിസ്റ്റേക്സ് ഉണ്ടാവും കേട്ടോ, ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവും. സോ ഒന്ന് ഇഗ്നോർ ചെയ്യുക. ഓക്കെ, ഓൾ റൈറ്റ്. അപ്പം ഞാൻ ഓരോന്നായിട്ട് കാണിക്കാം. അപ്പം നമ്മളുടെ ഫസ്റ്റ് സംഭവം കിട്ടിയിട്ടുണ്ട്. ഇതൊരു എന്താ പറയുക, പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ഒരു ഭയങ്കര സോർട്ട് ആഫ്റ്റർ ഒരു എഡിഷനാണ്. അപ്പം അങ്ങനെ കുറച്ച് 4 ബുക്സ് ഉണ്ട്. ഓക്കെ, ഞാനപ്പോൾ ഇവിടെ വെക്കുകയാണ്. പിന്നെ നമ്മളുടെ അടുത്തുള്ളത് ഇതെൻ്റെ ഭയങ്കര ഫേവററ്റ് ആയിട്ട് ഉള്ളൊരു ബുക്കാണ്. ഞാൻ ഒരുപാട് ലൈക്ക് PDF-ലും അല്ലാണ്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നി ഒരു ഹാർഡ് കോപ്പീൻ്റെ ആവശ്യമുണ്ടെന്ന്. അറ്റോമിക് ഹാബിറ്റ്സ് എന്നാണ് അതിൻ്റെ പേര് വന്നിട്ട്. ഇറ്റ്സ് എൻ അമേസിങ് ബുക്കാണ് കേട്ടോ. ഇതൊരു അമേസിങ് ബുക്കാണ്, ഉറപ്പായിട്ട് വരെ വായിക്കണം. ഞാനത് ഓരോന്നായിട്ട് എടുത്ത് കാണിച്ചു തരാം. വെയിറ്റ്, ലൈക്ക് ഐ എം സോ എക്സൈറ്റഡ്. അതിപ്പം വീഡിയോയുടെ ഫ്രണ്ടിലായിട്ട് നല്ല. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗാരിവീൻ്റെ ക്രഷിങ് ഇറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്കാണ്. അഗൈൻ ഞാൻ ഇത് ഇച്ചിരി വായിച്ചിട്ടുള്ളൂ, ഞാനത് കംപ്ലീറ്റ് ആയിട്ട് വായിച്ചിട്ടില്ല. സോ ദിസ് ടൈം ഐ തോട്ട് വൈ നോട്ട്, നല്ലൊരു പ്രൈസിന് കിട്ടിയപ്പം ഞാൻ മേടിച്ചാണ്. സോ ഇതിൻ്റെ ഒറിജിനൽ പ്രൈസും നമ്മുടെ സെയിൽ പ്രൈസും എല്ലാം ഞാൻ പറയാം. ഓക്കെ, സോ ഇതാണ് നെക്സ്റ്റ് വൺ. പിന്നെ വി ഹാവ് ഇതാണ് ഫസ്റ്റ് എഡിഷൻ. ഓക്കെ, ഇതാണ് ഫസ്റ്റ് എഡിഷൻ. ഞാൻ 2 എഡിഷൻ മേടിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഗാരിവീൻ്റെ ക്രഷിട്ടാണ്, ഫസ്റ്റ് എഡിഷനാണിത്. ഓക്കെ, സോ അതൊന്ന്. പിന്നെ എന്താ, അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ വേറെ 2 ബുക്സും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. പിന്നെ ഒരു ബുക്ക് മാർക്കും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പം ഞാനിത് താഴോട്ട് വെക്കുകയാണ്. അപ്പം ഞാൻ ഇനി ഡീറ്റെയിൽ ആയിട്ട് ഇച്ചിരി പറഞ്ഞുതരാം. സോ ഇതെല്ലാമാണ് നമ്മുടെ ബുക്സ്. ഓക്കെ, അപ്പം ഞാൻ ഇത് വായിച്ചിട്ട് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കിയതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ഓരോ വീഡിയോയിൽ ബുക്ക് റിവ്യൂസ് ആയിട്ട് പോസ്റ്റ് ചെയ്യാം. ബട്ട് റൈറ്റ് നൗ ഒരു ജനറൽ ഐഡിയ കിട്ടാൻ ഞാൻ എല്ലാ ബുക്കിനെ പറ്റിയിട്ടും ഇച്ചിരി പറഞ്ഞുതരാം. അപ്പം ഈ ഗാരിവീൻ്റെ ഈ ക്രഷിറ്റ് എന്ന് പറയുന്ന ബുക്കിൽ മെയിനായിട്ട് ഇത് ഫസ്റ്റ് എഡിഷനാണ്. ഇതാണ് സെക്കൻഡ് എഡിഷൻ. അപ്പം ഐ എം ഷുവർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരാളായിരിക്കും, ഭയങ്കര ഫേമസ് ആണ്. ഈസ് ആക്ച്വലി എ സീരിയൽ ഓൺട്രപ്രണർ ആൻഡ് ഓൾസോ സോഷ്യൽ മീഡിയ പേഴ്സണാലിറ്റി. ആൾക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്. ലൈക്ക് എന്താ പറയുക, മില്യൺസ് ഓഫ് ഫോളോവേഴ്സ് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും അങ്ങനെ എല്ലാ പ്ലാറ്റ്ഫോംസിലും ഒരുപാട് ഫോളോയിങ് ഉള്ള ഒരാളാണ്. ഈസ് വെരി ഫേമസ്, വളരെ മോട്ടിവേഷണൽ ആയിട്ടുള്ള ആളാണ്. അപ്പം ഈ ബുക്സിൽ കൂടുതൽ നമ്മളുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിൽ നമുക്ക് എങ്ങനെ ലെവറേജ് ചെയ്യാം, കൂടുതൽ സ്കെയിൽ ചെയ്യാം, നമ്മുടെ ബിസിനസ് എല്ലാം എങ്ങനെ അപ്സ്കെയിൽ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ട് കുറേ ടിപ്സ് ആൻഡ് ട്രിക്സും അതുപോലെ കുറേ കോണ്ടെക്സ്റ്റും ഒക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ അതാണ് ഈ ബുക്കിൽ മെയിനായിട്ട് പറയുന്നത്. ഭയങ്കര റിവ്യൂ ഉള്ള ബുക്കാണ്. ഓക്കെ, സോ ദാറ്റ്സ് വൺ തിങ്. സോ അതാണ് നമ്മൾ ഈ ഡുവോനെ പറ്റിയിട്ട് പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ ശരിക്കുള്ള പ്രൈസ് 199 ആണ്. ഓക്കെ, 199 ആണ് ഇതിൻ്റെ പ്രൈസ്, ഒറിജിനൽ പ്രൈസ്. പിന്നെ ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് വന്നിട്ട് 500 ആണ്. ബട്ട് ഞാനിത് രണ്ടും കൂടെ 500-നാണ് മേടിച്ചത്. ഓക്കെ,
പിന്നെ ഇത് ഞാൻ ഏറ്റവും കൂടുതൽ ജെയിംസ് ക്ലിയറിൻ്റെ അറ്റോമിക് ഹാബിറ്റ്സ് പറഞ്ഞിട്ടുള്ള ഈ ബുക്ക് ഞാൻ ഭയങ്കരമായിട്ട് കേട്ടിട്ടുള്ള ഞാൻ വായിച്ചിട്ടുമുണ്ട്. പക്ഷെ ഞാനിങ്ങനെ ഒരു ഹാർഡ് കോപ്പീൻ്റെ ആവശ്യം എനിക്ക് വേണം തോന്നി. വൈ? ബിക്കോസ് എന്താ പറയുക, കൂടുതൽ നമുക്ക് മാർക്ക് ചെയ്ത് ഹൈലൈറ്റ് ഒക്കെ ചെയ്ത് വെക്കണമെങ്കിൽ ഒരു ഹാർഡ് കോപ്പി ബുക്കാണ് എപ്പോഴും നല്ലത്. അപ്പം അതുകൊണ്ട് ഹാർഡ് കോപ്പി ഞാൻ മേടിച്ചത്. ആൻഡ് ഇച്ചിരി കൂടെ ഐ തിങ്ക് ഐ നീഡ് ടു റീഡ്. ഇപ്പം ഇതിൽ പറയുന്നുണ്ട് ആൻ ഈസി ആൻഡ് പ്രൂവൺ വേ ടു ബിൽഡ് ഹാബിറ്റ്സ് ആൻഡ് ബ്രേക്ക് ബാഡ് വൺസ്. ഇപ്പം നമുക്ക് എല്ലാവർക്കും നമ്മളുടെ എന്താ പറയുക ലൈഫിൽ ഉണ്ടാവുമല്ലോ ഗുഡ് ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്യണം. നമ്മളുടെ ഹാബിറ്റ്സ്, നമ്മളുടെ എവറിഡേ ഹാബിറ്റ്സാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. നമ്മുടെ സക്സസ് ആണെങ്കിലും ഫെയിലിയർ ആണെങ്കിലും നമ്മുടെ എവറിഡേ ഹാബിറ്റ്സിലായിരിക്കും ഡിഫൈൻ ചെയ്യുന്നത് ആണ്. സോ ഈ ബുക്സിൽ നമുക്ക് എങ്ങനെ ഇത്തരത്തിലുള്ള ഗുഡ് ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള കുറച്ച് എന്താ പറയുക ടിപ്സൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ഐ എം റിയലി ലുക്കിംഗ് ഫോർവേഡ്. സോ അങ്ങനെ ഗുഡ് ഹാബിറ്റ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ എന്തൊക്കെ നമുക്ക് ടിപ്സ് അല്ലെങ്കിൽ എന്തൊക്കെ സ്ട്രാറ്റജീസ് നമുക്ക് ഉണ്ടാക്കാം. ബിക്കോസ് നമുക്ക് എല്ലാവർക്കും അറിയാം എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ രാവിലെ എണീക്കുന്നത് നല്ലതാണ്. ബട്ട് നമ്മൾ പലപ്പോഴും ചെയ്തിട്ട് ഫെയിൽ ആവുന്ന ഒരു കാര്യം കൂടാണ് അല്ലേ. അപ്പോൾ അതുപോലത്തെ ഗുഡ് ഹാബിറ്റ്സ് നമുക്ക് നമ്മളുടെ ലൈഫിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന പോലെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് പഠിപ്പിച്ചു തരുന്നൊരു ബുക്കാണ് എന്നാണ് ഞാൻ വായിച്ച് വെച്ചിട്ടും റിവ്യൂസ് വെച്ചിട്ടും ഐ കുഡ് അണ്ടർസ്റ്റാൻഡ്. സോ അതാണ്. അപ്പം അത് അങ്ങനെ ഓക്കെ. സോ ഇനി നമ്മളുടെ ഒരു ബുക്ക് പാക്ക്, ലൈക്ക് ഒരു വേൾഡ്സ് ഗ്രേറ്റസ്റ്റ് പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് വെൽത്ത് മാനേജ്മെൻറ്റ് ബുക്ക്. സോ ഞാൻ നമ്മുടെ ബുക്സ് എല്ലാം ഞാനത് തുറന്നിട്ടുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ വീഡിയോയിൽ അത് ക്യാപ്ചർ ആയില്ല. അപ്പം ഈ 4 ബുക്സാണ് കേട്ടോ ഞാനിനി കാണിക്കാൻ പോകുന്നത്. നമുക്ക് സ്ക്രീൻഷോട്ട് ചെയ്യണമെങ്കിൽ യു ക്യാൻ സ്ക്രീൻഷോട്ട് ആസ് വെൽ. സോ ദാറ്റ്സ് വൺ തിങ്. ഓക്കെ, ഇതിൽ ഞാൻ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ്. അതായത് അഫർമേറ്റീവ് തിങ്കിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് കൂടുതൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നൊരു ബുക്കാണ്. ആൻഡ് ഐ എം റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. അപ്പം ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് ഇതിൽ കൊടുത്തിട്ടില്ല. ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് ഇതിൽ കൊടുത്തിട്ടില്ല. പക്ഷേ ഇതിനെല്ലാം ലൈക്ക് ഒരു ഡീസൻറ്റ് എമൗണ്ട് ഉണ്ട്. ആൻഡ് ഈ 4 ബുക്സിനും കൂടെ ഒരു 279 ആ റേഞ്ചിലാണ് ഞാൻ വാങ്ങിച്ചത്. വിച്ച് ഇസ് ഇൻഫാക്ട് റിയലി ഒരു സ്റ്റീൽ ഡീൽ തന്നെയാണ്. സോ ഇതൊരു ബുക്ക്. ഓക്കെ, പിന്നെ വേറെ ഇസ് ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ. ഇത് ഒരു ഡെയിൽ എന്ന് പറയുന്ന ഓഥറിൻ്റെ ബുക്കാണ്. ആൻഡ് ഇറ്റ്സ് ഓൾസോ എ വെരി ഗുഡ് വൺ. സോ ഇത് ആക്ച്വലി ഇപ്പം നമുക്ക് പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലൊക്കെ ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബുക്കായിരിക്കും. ബിക്കോസ് ഇറ്റ്സ് ഓൾ അബൌട്ട് നെറ്റ്വർക്കിംഗ്. നമ്മളെ നെറ്റ്വർത്ത് ഇസ് അബൌട്ട് എ നെറ്റ്വർക്ക് എന്നാണ് പറയുന്നത്. സോ ഇറ്റ്സ് അബൌട്ട് ദാറ്റ്. അപ്പം ഇതിൻ്റെ പ്രൈസ് അഗൈൻ ഇത് US$ പ്രൈസ് കൊടുത്തിട്ടുള്ളത്. സോ ഐ കാൻ ടെൽ യു ദ ഒറിജിനൽ പ്രൈസ്. ബട്ട് ഞാൻ പറഞ്ഞ പോലെ ഇത് 4 നമുക്ക് നല്ലൊരു പ്രൈസിനാണ് കിട്ടിയിട്ടുള്ളത്. ദാറ്റ്സ് വൺ തിങ്. പിന്നെ ഇത് ഇസ് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് ബൈ നെപ്പോളിയൻ ഹിൽ. ഓക്കെ, സോ പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ബുക്സൊക്കെ ഞാൻ കുറച്ചൊക്കെ വായിക്കാറുണ്ട്. പക്ഷേ ഇങ്ങനെ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് പഠിക്കണം, ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റി പഠിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കുമ്പോഴാണ് ഐ തോട്ട് ഓഫ് ഗോയിങ് ഫോർ ദിസ് ബുക്ക്. സോ ഇത് നമുക്ക് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് കൂടുതൽ പഠിപ്പിച്ചു തരുന്നൊരു ബുക്കാണ്. ലൈക്ക് നമുക്ക് എങ്ങനെ നമ്മളുടെ കാശ് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ കൂടുതൽ നമുക്ക് എങ്ങനെ അത് എക്സ്പെണൻഷ്യലി ഗ്രോ ചെയ്യാം എന്ന് പറയുന്നൊരു ബുക്കാണ്. സോ നെപ്പോളിയൻ ഹിൽ ഇസ് എ വെരി ഫേമസ് author. It says secret to freedom and success. Okay, think and grow rich. Okay, അപ്പം അതാണ്. That's this one. So this is the book. Okay, so that's one thing. പിന്നെ നമ്മളുടെ അടുത്തുള്ളത് റിച്ചസ്റ്റ് മാൻ ഇൻ ബേബിലോൺ. ഓക്കെ, ഇത് ഞാൻ കേട്ടിട്ടുണ്ട്. ബട്ട് ഐ ഡോണ്ട് നോ മച്ച് അബൌട്ട് ദിസ് ബുക്ക്. ജോർജസ് ക്ലേസൻ്റെ ബുക്കാണ്. റിച്ചസ്റ്റ് മാൻ ഇൻ ബേബിലോൺ. സോ ഇതൊരു ക്ലാസിക് ബെസ്റ്റ് സെല്ലറാണ്. സോ ഇറ്റ് ഓൾസോ ടെൽസ് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ. സോ നമ്മളുടെ ജനറേഷന് കൂടുതലും അറിയാത്തൊരു കാര്യം തന്നെയാണ് എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാശ് എങ്ങനെ കൂടുതൽ സേവ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം, സ്പെൻഡ് ചെയ്യാൻ മാത്രമാണ് കൂടുതൽ ആൾക്കാർക്ക് അറിയുന്നത്, റൈറ്റ്? അപ്പം അതെങ്ങനെയെന്ന് പഠിപ്പിച്ചു തരുന്നൊരു ബുക്കാണ്. ഞാൻ ഇതിനെപ്പറ്റി കുറച്ച് ലൈക്ക് ഐ ഹാവ് ബിൻ റെഡ് അബൌട്ട് ഇറ്റ് ഓൾസോ. ബട്ട് നല്ല റിവ്യൂസ് ഉണ്ടെന്ന് കേട്ടു. സോ ഈ ഒരു ട്രയൽ വന്നപ്പം ഐ തോട്ട് വൈ നോട്ട് take this book as well. അപ്പം ഇതിൻ്റെ പേരാണ് അഗൈൻ ദ റിച്ചസ്റ്റ് മാൻ ഇൻ ബേബിലോൺ. ജോർജസ് ക്ലേസൻ്റെ ബുക്കാണ്. ഓക്കെ, സോ ദാറ്റ്സ് വൺ തിങ്. അപ്പം ഇതൊക്കെയാണ്. അപ്പം ഞാൻ ഇത് എല്ലാം വായിച്ചിട്ട് ഇൻഡിവിജ്വൽ റിവ്യൂസ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഐ വോണ്ട് ഓൾ ഓഫ് യു stay tuned to my channel and look forward for more videos. So I hope this video was useful for all of you. ആസ് ഇൻ യൂസ്ഫുൾ അല്ല, നിങ്ങൾക്ക് ബുക്ക് റെക്കമെൻഡേഷൻസ് കിട്ടി എന്ന് വിചാരിക്കുന്നു. ദീസ് ആർ ലൈക്ക് ദ ബെസ്റ്റ് ബുക്സ്. ഒരിക്കലും നിങ്ങൾ ഡിസപ്പോയിൻ്റ് ചെയ്യിപ്പിക്കില്ല. സോ അങ്ങനത്തെ കുറച്ച് ബുക്സാണ്.
സോ ഇനി ഇതുപോലത്തെ ബുക്ക് ഹാൾ വീഡിയോസ് വേണം അല്ലെങ്കിൽ ബുക്ക് റിവ്യൂസ് വീഡിയോസ് വേണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും subscribe to my channel and look forward for more amazing videos, okay? So until we meet next time,